നമസ്കാരം. കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി ഇടതുമുന്നണി ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കഴിഞ്ഞ തവണ ആകെയുള്ള 75 സീറ്റിൽ 49 നേടിയാണ് അവർ ഭരണം നിലനിർത്തിയത്. കോവിഡ് മഹാമാരിയുടെ പ്രതികൂല സാഹചര്യത്തിലാണ് തങ്ങൾക്ക് കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കാതെ പോയതെന്നും ഇത്തവണ ഭരണം പിടിക്കുമെന്നുമാണ് UDF അവകാശപ്പെടുന്നത്. സീറ്റുകൾ ഇരട്ടിയാക്കുമെന്നും കോൺഗ്രസിനേക്കാൾ സീറ്റുകൾ തങ്ങൾക്കാകുമെന്ന അവകാശവാദവുമായി BJPയും രംഗത്തുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇത്തവണ LDFിനെ അലട്ടുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണത്തിൽ അഴിമതി വ്യാപകമായെന്ന പരാതി CPM അനുഭാവികൾക്ക് തന്നെയുണ്ട്. മാത്രമല്ല, പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റത്തിലടക്കം വലിയൊരു വിഭാഗം അനുഭാവികൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മുതലെടുക്കാൻ UDFിന് കഴിയുമോ എന്നാണ് ചോദ്യം. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി ഒരുപടി മുന്നിലെത്താനും UDFിന് സാധിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, നിലവിലെ പ്രതിപക്ഷ നേതാവ് KC ശോഭിത, യൂത്ത് ലീഗ് നേതാക്കളായ ഫാത്തിമ തഹ്ലിയ, TPM ജിഷാൻ തുടങ്ങി പ്രമുഖരുടെ വലിയ നിര തന്നെയാണ് UDFിന് വേണ്ടി രംഗത്തിറങ്ങിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFിന്റെ മേയർ സ്ഥാനാർത്ഥി KPCC ജനറൽ സെക്രട്ടറിയും പാറോപ്പടി സ്ഥാനാർത്ഥിയുമായ PM നിയാസ് ആണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. 4.5 പതിറ്റാണ്ട് നീണ്ട LDFിന്റെ കോർപ്പറേഷൻ ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. നേരത്തെ സംവിധായകൻ VM വിനുവിനെയാണ് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. പക്ഷേ വിനുവിന് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ മത്സരിക്കാനായില്ല. 45 വർഷത്തിന് ശേഷം കോഴിക്കോടിന് ഒരു കോൺഗ്രസ് മേയർ ഉണ്ടാവുമോ എന്നത് ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 49 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗ്രൂപ്പ് വീതം വെപ്പിനധികം പോവാതെ കഴിവുള്ളവരെയാണ് തങ്ങൾ മത്സരിപ്പിക്കുന്നതെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. തങ്ങൾക്ക് മേൽ വന്നിട്ടുള്ള സ്ത്രീവിരുദ്ധർ എന്ന ഇമേജ് മാറ്റാനായി വനിതാ യുവ നേതാവിനെ കളത്തിലിറക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ഹരിത മുൻ നേതാവുമായ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നു. യുവ നേതാക്കളെ കളത്തിലിറക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിടാനൊരുങ്ങുന്ന UDFിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാനിരിക്കെയാണ് തഹ്ലിയുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും നേടിയ വൻ ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ഇത്തവണ തദ്ദേശ പോരിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പല പഞ്ചായത്തുകളിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന് ഇറങ്ങിയതും ശബരിമല സ്വർണ്ണക്കൊള്ളയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ സർക്കാരിന്റെ സമീപനവും നികുതി കൊള്ളയും വിലക്കയറ്റവും ഉൾപ്പെടെ മുൻനിർത്തി വൻ പ്രചാരണമാണ് UDF നടത്തുന്നത്. കഴിഞ്ഞ 15 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇടതുമുന്നണി ഇവിടെ കൃത്യമായ മേധാവിത്വം പുലർത്തിയത് കാണാം. 2010-ൽ UDFിന് കോർപ്പറേഷനിൽ 34 സീറ്റും LDFിന് 41 സീറ്റ് ലഭിച്ചു. എന്നാൽ 2015-ൽ എത്തിയപ്പോൾ UDF സീറ്റ് 20ലേക്ക് കുറയുകയും LDF സീറ്റ് 48ലേക്ക് കുതിക്കുകയും ചെയ്തു. ആ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയം നേടി BJP 7 സീറ്റും കരസ്ഥമാക്കി. LDFിന്റെ 4 സീറ്റും UDFിന്റെ 3 സീറ്റും പിടിച്ചടക്കിയായിരുന്നു BJP കോർപ്പറേഷനിൽ സാന്നിധ്യം അറിയിച്ചത്. 2020 ആകുമ്പോഴേക്കും സ്ഥിതി വീണ്ടും മാറി മറിഞ്ഞു. 2015-ൽ 48 സീറ്റ് നേടിയ LDF 51ലേക്ക് ഉയർന്നു. UDF 20-ൽ നിന്ന് 17ലേക്ക് ചുരുങ്ങി. BJPക്ക് 2015-ൽ ലഭിച്ച 7 സീറ്റുകളെ 2020-ലും കിട്ടിയുള്ളൂ. എന്നാൽ 22 ഇടത്ത് 2ാം സ്ഥാനത്തെത്താനും കഴിഞ്ഞു. ഇത്തവണ വാർഡ് വിഭജനം ഇടതിന് മുതൽക്കൂട്ടാണ്. ആകെയുള്ള 75 കോർപ്പറേഷൻ വാർഡുകൾ വിഭജനം കഴിഞ്ഞതോടെ 76ആയി. കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു മേയർ സ്ഥാനമെങ്കിൽ ഇത്തവണ ജനറലിലേക്ക് മാറി. തുടർച്ചയായ അഴിമതി ആരോപണങ്ങളും കെടുകാര്യസ്ഥതയും മൂലം കോർപ്പറേഷൻ ഭരണം പ്രതികൂട്ടിലായ കാലമായിരുന്നു ഇത്. മാലിന്യ പ്രശ്നം, പാളയം മാർക്കറ്റ് മാറ്റം, കിഡ്സൺ കോർണർ പൊളിച്ചിടൽ തുടങ്ങി പല വിഷയങ്ങളും ഇടതിന് തലവേദനയാണ്. LDFിന്റെ മേയർ സ്ഥാനാർത്ഥിയായ നിലവിലെ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിന് പാർട്ടിയിൽ നിന്ന് തന്നെ വെല്ലുവിളിയുണ്ട്. അദ്ദേഹം മത്സരിക്കാൻ ആദ്യം കണ്ടുവച്ച കോട്ടുളി വാർഡിൽ നിന്ന് വിമത ഭീഷണി മൂലം മാറിപ്പോകേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന മീഞ്ച് എന്ന വാർഡിലും CPMന് അടിയൊഴുക്ക് സാധ്യതയേറെയാണ്. നിലവിലെ കോൺഗ്രസ് കൗൺസിലർ SK അബൂബക്കറാണ് മീഞ്ച് എന്നതിലെ UDF സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സമിതി അംഗവും മുൻ MLAയുമായ A പ്രദീപ് കുമാറിന്റെ മകൾ അമിത പ്രദീപും മത്സരിക്കുന്നുണ്ട്. ഇവരെ ഡെപ്യൂട്ടി മേയറാക്കാനാണ് നീക്കമെന്നും അറിയുന്നു. കഴിഞ്ഞ തവണ 7 സീറ്റുകൾ ജയിക്കുകയും 22 ഇടത്ത് രണ്ടാമതെത്തുകയും ചെയ്ത BJP നില മെച്ചപ്പെടുത്തിയാൽ LDFിന് ഭരണം പോവുകയോ തൂക്കസഭയുണ്ടാകുമോ ചെയ്യുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ മിന്നും പ്രകടനം കാണിച്ച BJP ഇത്തവണ ഒരു കലക്ക് കലക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞത് ഇത്തവണ പ്രവചനാതീതമാവും കോഴിക്കോട് കോർപ്പറേഷൻ എന്നാണ്. നിലവിൽ 22 സീറ്റുകളിൽ രണ്ടാമതും 3 സീറ്റുകളിൽ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തും എത്തിയ പാർട്ടി ഇത്തവണ 20 സീറ്റുകളെങ്കിലും അധികം നേടുമെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം. 45 ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ മത്സരം നടത്താനാണ് BJP നീക്കം. പാർലമെന്ററി പാർട്ടി നേതാവും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസ് കാരപ്പറമ്പിലും നിലവിലെ കൗൺസിലർ T റെനീഷ് പൊറ്റമ്മലിലുമാണ് മത്സരിക്കുന്നത്. മുൻ കൗൺസിലർ നമ്പി T നാരായണൻ പന്നിയങ്കര ഡിവിഷനിലും ജില്ലാ ജനറൽ സെക്രട്ടറി രമ്യ മുരളി നടുവട്ടത്തും ജനവിധി തേടുന്നു.